ഗൗരി രുദ്രാക്ഷം ഭാഗം 6. രചന അവതരണം കാവ്യ വിമൽ. അങ്കക്കളത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഒരു ആവേശത്തോടെയും ആകാംക്ഷയോടെയും അങ്കത്തട്ടിലേക്ക് നോക്കി നിന്നു. ചെണ്ടമേളത്തിൻ്റെ താളം ഉയരുന്നതിനനുസരിച്ച് ഓരോ ഹൃദയമിടിപ്പും വേഗത്തിലായി. 2 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചന്ദ്രഗിരി വീണ്ടും ഒരു അംഗത്തിന് സാക്ഷിയാകാൻ പോകുകയായിരുന്നു. ഒരു നിമിഷം അങ്കക്കളമാകെ നിശബ്ദത പടർന്നു. മുഖ്യവിധികർത്താവ് പതിയെ അങ്കത്തട്ടിലേക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ശബ്ദത്തിനായി അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും കാതോർത്തു. ആദ്യ മത്സരാർത്ഥിയെ അങ്കത്തട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആ പ്രഖ്യാപനം മുഴങ്ങിയതും അങ്കക്കളത്തിനു ചുറ്റും തിങ്ങിനിന്ന ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ ആരവമുയർത്തി. കരിമ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന് ഒരു നിമിഷം നിർത്തിയ മുഖ്യവിധികർത്താവ് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു, "രുദ്രദേവ്." അദ്ദേഹത്തിൻ്റെ ശബ്ദം ക്ഷേത്രപരിസരമാകെ മുഴങ്ങിയതും അങ്കക്കളത്തിനു ചുറ്റും ആരവമുയർന്നു. കരിമ്പനയ്ക്കൽ തറവാട്ടുകാരുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. ഉറച്ച ചുവടുകളോടെ രുദ്രൻ അങ്കത്തട്ടിലേക്ക് നടന്നു. അങ്കത്തട്ടിൻ്റെ മധ്യത്തിൽ ചെന്നുനിന്ന് ഒരു നിമിഷം അവൻ എതിർവശത്തേക്ക് കണ്ണോടിച്ചു. എല്ലാവരും കാത്തിരുന്നത് അടുത്ത പേരിനായിരുന്നു. മുഖ്യവിധികർത്താവ് വീണ്ടും മുന്നോട്ട് വന്നു. രണ്ടാം മത്സരാർത്ഥിയായി കാളിമന തറവാട്ടിനെ പ്രതിനിധീകരിച്ച്. ഒരു നിമിഷം അവിടെയാകെ നിശബ്ദത പടർന്നു. ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ ഒരേയൊരു പേര് മുഴങ്ങി, ശിവദത്തൻ. എന്നാൽ മുഖ്യവിധികർത്താവിൻ്റെ അടുത്ത വാക്ക് അവിടെ കൂടി നിന്ന ഓരോരുത്തരെയും ഒരുപോലെ ഞെട്ടിച്ചു, ഗൗരി മഹാദേവൻ. അങ്കക്കളത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആയിരക്കണക്കിന് കണ്ണുകൾ ഒരേ സമയം കാളിമന തറവാട്ടിലേക്ക് തിരിഞ്ഞു. ഗൗരിയോ? അതുമൊരു പെണ്ണ്? അവിശ്വാസത്തോടെ പലരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കരിമ്പനയ്ക്കൽ തറവാട്ടിലുള്ളവർ ഒന്ന് ഞെട്ടി. അങ്കത്തട്ടിൽ നിന്നിരുന്ന രുദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. കാളിമനയിൽ നിന്ന് ശിവദത്തനെയായിരുന്നു അവനും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാവരുടെയും നോട്ടം കാളിമന തറവാട്ടിലെ കാരണവരിലേക്ക് നീണ്ടു. അവിടെ നിന്ന് ശാന്തമായ ചുവടുകളോടെ ഗൗരി മുന്നോട്ട് നടന്നു. അവളുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നില്ല, പരിഭ്രമവുമില്ല. അവൾ അങ്കത്തട്ടിലേക്ക് കാലെടുത്തു വെച്ച നിമിഷം രുദ്രൻ്റെ കണ്ണുകൾ അറിയാതെ അവളിലുടക്കി. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കോർത്തു. ചുറ്റുമുള്ള ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾ പോലും ആ നിമിഷം അവർ കേട്ടില്ല. മുത്തച്ഛൻ എന്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങണ്ട എന്ന് പറഞ്ഞത്? അങ്കത്തട്ടിൽ പരസ്പരം നോട്ടമേത് നിൽക്കുന്ന രുദ്രനെയും ഗൗരിയെയും നോക്കിക്കൊണ്ടാണ് ശിവദത്തൻ്റെ ചോദ്യം. നിന്റെ കഴിവിൽ എനിക്ക് സംശയമില്ല. പക്ഷേ രുദ്രന് നിന്റെ ഓരോ നീക്കവും അറിയാം. അവൻ അതിന് തയ്യാറായിട്ടുണ്ടാകും. എന്നാൽ ഗൗരിയെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവളുടെ അംഗശൈലിയും അവളുടെ കരുത്തും ഈ നാടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഗൗരി തന്നെയാണ്. മുത്തച്ഛൻ ഒരു വിജയിയെപ്പോലെ തലയുയർത്തിപ്പിടിച്ച് പറയുമ്പോൾ രുദ്രനെതിരെ തന്നെ ഇറക്കാത്തതിൽ ഇഷ്ടക്കേടുണ്ടായിട്ട് പോലും ശിവദത്തനും ഒന്ന് ചിരിച്ചു. അങ്കത്തട്ടിൽ ഇരുവരും പരസ്പരം വണങ്ങി ഗുരുവിനെയും നമസ്കരിച്ചുകൊണ്ട് അംഗത്തിന് തയ്യാറായി. മുഖ്യവിധികർത്താവ് അംഗം ആരംഭിക്കാനുള്ള സൂചന നൽകിയതും അവിടെയൊന്നാകെ നിശബ്ദത നിറഞ്ഞു. ഈ അംഗം 3 ഘട്ടങ്ങളിലായിരിക്കും. ആദ്യഘട്ടം മേയ്പയറ്റ്, ശേഷം വാൾപരിച. ഇരുവരുടെയും പ്രാവീണ്യം തുല്യമാണെന്ന് ഗുരുക്കന്മാർക്ക് വിലയിരുത്തിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ. ഗൗരിയും രുദ്രനും അംഗനിലയിൽ നിന്നു. ഇരുവരും പരസ്പരം നോട്ടങ്ങളെയ്ത് അങ്ങനെ തന്നെ നിന്നു. ആരാണ് ആദ്യ നീക്കം നടത്തുകയെന്ന ആകാംക്ഷയിൽ ജനക്കൂട്ടം ഒന്നാകെ ശ്വാസമടക്കി പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നോക്കി തന്നെ രുദ്രൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. മേയ്പയറ്റിൻ്റെ ആദ്യ ചുവടുകൾ അങ്കത്തട്ടിൽ പതിഞ്ഞു. ഒരാളുടെ കാലടികളെ മറ്റേയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ആക്രമണത്തേക്കാൾ പരസ്പരം മനസ്സിലാക്കാനായിരുന്നു ആ ആദ്യ നീക്കങ്ങൾ. ഒരു ചുവട് മുന്നോട്ട്, ഒരു ചുവട് പിന്നോട്ട്. വേഗവും സന്തുലിതാവസ്ഥയും തമ്മിലുള്ള പോരാട്ടമായി മേയ്പയറ്റ് മുന്നേറി. അങ്കത്തട്ടിൽ നേർക്കുനേർ നിന്നിരുന്നവർ എതിരാളികൾ മാത്രമായിരുന്നില്ല, പരസ്പരം കരുത്തളക്കുന്ന 2 മികച്ച പോരാളികളായിരുന്നു. 1-ാം ഘട്ടം അവസാനിച്ചതും 2-ാം ഘട്ടത്തിനായി ഗുരുക്കളുടെ അനുവാദം ലഭിച്ചു. ആ നിമിഷം വാളും പരിചയും എടുത്ത് ഇരുവരും തയ്യാറായി. നിമിഷങ്ങൾക്കകം 2 വാളുകൾ പരസ്പരം കൂട്ടിയിടിച്ച ശബ്ദം അങ്കക്കളമാകെ മുഴങ്ങി. രുദ്രൻ്റെ ഓരോ നീക്കത്തിനും അതേ വേഗത്തിൽ ഗൗരി മറുപടി നൽകി. വിട്ടും തടയലും തിരിച്ചടിയും ഒന്നിനൊന്ന് പിന്നിലായി തുടർന്നു. ഒരാൾക്കു മറ്റേയാളെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞില്ല. അങ്കക്കളത്തിന് ചുറ്റുമുണ്ടായിരുന്നവർ ശ്വാസമടക്കിപ്പിടിച്ചു നിന്നു. ഇവൾ? രുദ്രൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു അതിശയം മിന്നിമറഞ്ഞു.
അതേസമയം ഗൗരിയുടെ കണ്ണുകളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം. വാളുകൾ വീണ്ടും ഒരിക്കൽ കൂടി ശക്തമായി കൂട്ടിയിടിച്ചു. ആ പ്രഹരത്തിൻ്റെ ശക്തിയിൽ ഇരുവരും ഓരോ ചുവട് പിന്നിലേക്ക് നീങ്ങി. പിന്നെയും വാശിയോടെയുള്ള പോരാട്ടം. അംഗക്കളമാകെ നിശബ്ദമായി. രുദ്രൻ്റെ ശക്തമായ പ്രഹരം ഗൗരിയുടെ വാളിൽ പതിഞ്ഞു. ഒരു നിമിഷം രണ്ടു വാളുകളും ശക്തിയായി കൂട്ടിയിടിച്ചു. വാളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ശബ്ദം അംഗക്കളമാകെ മുഴങ്ങി. ആ ആഘാതത്തിൽ ഇരുവരുടെയും പിടി ഒരുപോലെ അയഞ്ഞു. അടുത്ത നിമിഷം രണ്ട് വാളുകളും ഒരേ സമയം അങ്കത്തട്ടിലേക്ക് തെറിച്ചു വീണു. മുഖ്യഗുരു പതിയെ എഴുന്നേറ്റു. അടുത്ത ഘട്ടം ആരംഭിക്കാം. ഉറുമിപ്പയറ്റ്. ഗുരുവിൻ്റെ നിർദ്ദേശം കിട്ടിയതും രുദ്രൻ മെല്ലെ അരയിൽ ചുറ്റിയിരുന്ന ഉറുമി അഴിച്ചെടുത്തു. അവിടെയാകെ നിശബ്ദത. ഗൗരി ഉറുമി ഉപയോഗിക്കാൻ വിധം പ്രാപ്തയായിട്ടില്ല, ശങ്കരനാരായണൻ പറയുമ്പോൾ ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ നോക്കി. ശേഷം ഗൗരിയെയും. അടുത്ത നിമിഷം ഗൗരിയും തൻ്റെ ഉറുമി കയ്യിലെടുത്തു. ആ നിമിഷം രുദ്രൻ അവളെ തന്നെ ഉറ്റുനോക്കി. നിസാരക്കാരിയല്ല, കരുത്തുള്ളവളാണ് മനസ്സിലോർത്തവൻ. ആ കാഴ്ച കണ്ട് ശങ്കരനാരായണൻ പോലും എഴുന്നേറ്റു. ഗൗരി! അറിയാതെ ആ പേര് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ നിന്ന് വീണു. ശിവദത്തൻ ഞെട്ടലോടെ അവളെ നോക്കി. ഇവളിത് എപ്പോൾ പഠിച്ചു? അവനിൽ സംശയം നിറഞ്ഞു. കരിമ്പനയ്ക്കൽ ഉള്ളവരും കാളിമനയിലുള്ളവരും ജനക്കൂട്ടവും ഒന്നടങ്കം അതിശയത്തോടെ അവളെ നോക്കി. ഗൗരിയുടെ അച്ഛനും അമ്മയും പരസ്പരം ദയനീയമായി നോക്കി. ശേഷം അതൊന്നും കാണാൻ ശക്തിയില്ലാത്തതുപോലെ അവളുടെ അമ്മ കണ്ണുകൾ അടച്ചിരുന്നു. ഗുരുക്കന്മാരുടെ കൈ ഉയർന്നു. ഉറുമിയംഗം ആരംഭിക്കട്ടെ. ആദ്യ ചുറ്റൽ. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് രണ്ടുറുമികളും പാഞ്ഞു. ഉറുമിയുടെ ഓരോ ചുഴിയും കാറ്റിനെ പോലും കീറിമുറിച്ചു. രുദ്രൻ്റെ പ്രഹരങ്ങൾക്ക് മുന്നിൽ ഗൗരി പതറിയില്ല. ഗൗരിയുടെ തിരിച്ചടികൾക്ക് മുന്നിൽ രുദ്രനും പിന്നോട്ടു പോയില്ല. അങ്കക്കളത്തിലാകെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു. ആളുകൾ ശ്വാസം അടക്കിപ്പിടിച്ച് നിന്ന ഓരോ നിമിഷങ്ങൾ. ഇരുവരും വാശിയോടെ പോരാടുന്നു. ഇപ്പോഴൊന്നും അവസാനിക്കില്ലെന്ന് തോന്നിയ നിമിഷം മുഖ്യഗുരു എഴുന്നേറ്റു. മതി, നിർത്തുക. ഗൗരിയും രുദ്രനും കൈകളിലുണ്ടായിരുന്ന ഉറുമിയെ പതിയെ നിയന്ത്രണത്തിലാക്കി. അവസാന ചുഴിയും നിലച്ചതോടെ അങ്കക്കളമാകെ നിശബ്ദത പടർന്നു. ഇരുവരും നേർക്കുനേർ നിന്നു. ക്ഷീണമുണ്ടായിരുന്നു, എന്നാൽ തോൽവിയുടെ നിഴൽ ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നില്ല. ഒരു നിമിഷം പരസ്പരം കണ്ണുകളുടക്കി നിന്ന ശേഷം ഇരുവരും ഒരുപോലെ തലയൊന്നു കുനിച്ചു. ഒരു പോരാളി മറ്റൊരു പോരാളിക്ക് നൽകിയ ആദരവായിരുന്നു അത്. ഇന്നത്തെ അംഗത്തിൽ വിജയമോ പരാജയമോ ഇല്ല. ഇരുവരും തുല്യ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം കേട്ടതും അങ്കക്കളമാകെ കരാഘോഷം മുഴങ്ങി. കരിമ്പനയ്ക്കൽ തറവാട്ടിലെ ജാനകിയമ്മ ഗൗരിയെ അടുത്തേക്ക് വിളിച്ചതും ഒരു ചിരിയോടെ അവൾ അടുത്തേക്ക് ചെന്ന് അവരുടെ കാലിൽ തൊട്ടു. ഞാൻ വിചാരിച്ചതിലും മിടുക്കിയ. അവരത് പറയുമ്പോൾ ഗൗരി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നകന്നു. എന്നാൽ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു രുദ്രൻ അവിടെ. തുടരും. കൂട്ടുകാരെ, കളരിപ്പയറ്റിനെ കുറിച്ച് എൻ്റെ ചെറിയ അറിവ് വെച്ചാണ് കേട്ടോ ഞാൻ എഴുതിയത്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.